നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രതീകാത്മക വധം നടത്തി ദാരിക കിരീടവുമായി കാളി മടങ്ങി. കാട്ടുകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് കൊടിയിറങ്ങി. തിടമ്പേറ്റിയ കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവനെ കിരീടവും വാളും കൊണ്ടൊഴിഞ്ഞ് കാളി ചടങ്ങുകൾ അവസാനിപ്പിച്ചു. SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായി. ഫലപ്രഖ്യാപനം മെയ് മാസം ആദ്യവാരത്തിൽ. എരുമപ്പെട്ടിയിൽ അതിഥി തൊഴിലാളി കിണറിൽ വീണ് മരിച്ചു. ബീഹാർ മഹാജോഗിൻ സ്വദേശിയായ മധുരേഷ് കുമാറാണ് മരിച്ചത്. ഇയാളെ രക്ഷപ്പെടുത്താൻ കിണറ്റിൽ ഇറങ്ങിയ സഹപ്രവർത്തകനെ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടിയിൽ അതിഥി തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചു. ബീഹാർ മഹാജോഗിൻ സ്വദേശിയായ മധുരേഷ് കുമാറാണ് മരിച്ചത്. മധുരേഷ് കുമാറിനെ രക്ഷപ്പെടുത്താൻ കിണറ്റിൽ ഇറങ്ങിയ സുഹൃത്തായ ബീഹാർ സ്വദേശി സോംകുമാറിനെ പരിക്കുകളോടെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. കിണറിന്റെ മതിലിരുന്ന് ഫോൺ ചെയ്യുകയായിരുന്ന മധുരേഷ് കുമാർ വായുസഞ്ചാരമില്ലാതിരുന്ന കിണറിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ സുഹൃത്ത് സോംകുമാർ കിണറ്റിലേക്കിറങ്ങി മധുരേഷ് കുമാറിനെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് സോംകുമാറിനെ കിണറിൽ നിന്നും രക്ഷിച്ചത്. മധുരേഷ് മദ്യപിച്ചിരുന്നതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്ന് പറയുന്നു. നിർമ്മാണ തൊഴിലാളിയായ മധുരേഷ് കുമാർ 5 വർഷമായി എരുമപ്പെട്ടിയിൽ താമസക്കാരനാണ്. എരുമപ്പെട്ടി ഇൻസ്പെക്ടർ എ അജിത്, SI AV സജീവ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സഗുൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. പ്രതീകാത്മക വധം നടത്തി ദാരിക കിരീടവുമായി കാളി മടങ്ങിയതോടെ കാട്ടുകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം സമാപിച്ചു. ഞായറാഴ്ച പുലർച്ചെ ഭഗവതി പാലക്കൽ കാവിലേക്ക് എഴുന്നള്ളി. ആദ്യം കാളിയും പിന്നീട് ദാരികനും ഭഗവതിയെ പറവച്ച് സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രത്തിലെത്തി തേരിലേറി മതിലകത്തേക്ക് നീങ്ങിയ കാളിയെയും ദാരികനെയും പൂരത്തിന് അണിനിരുന്ന ഗജപട അനുഗമിച്ചു. 100ഓളം വാദ്യകലാകാരന്മാർ അണിനിരുന്ന പാണ്ടിമേളം കാണികൾക്ക് ആവേശമായി. തേരിലേറി യുദ്ധാരംഭത്തിനായി കാളി വാക്പോരിന് തുടക്കമിട്ടു. ദാരികനും അനുചരന്മാരും വാക്പോരിൽ പങ്കെടുത്തതോടെ ക്ഷേത്ര പരിസരം യുദ്ധഭൂമിയായി. കുപിതയായ കാളിയെ കണ്ട് അനുചരന്മാർ ഓടിയൊളിച്ചതോടെ പിന്നീട് കാളിയും ദാരികനും നേരിട്ട് വാക്പോര് തുടങ്ങി. ഒടുവിൽ പേടിച്ചോടിയൊളിച്ച ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക വധം നടത്തി കിരീടവുമായി കാളി ആൽത്തറയിലേക്ക് മടങ്ങിയതോടെയാണ് പൂരം സമാപിച്ചത്. തിടമ്പേറ്റിയ കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവനെ കിരീടവും വാളും കൊണ്ടൊഴിഞ്ഞ് കാളി ചടങ്ങുകൾ അവസാനിപ്പിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് പാർക്ക് ചെയ്യുന്ന സ്കൂട്ടറുകളിൽ നിന്ന് പണവും മൊബൈൽ ഫോണും സ്ഥിരമായി മോഷ്ടിക്കുന്ന യുവാവ് ഒടുവിൽ പിടിയിലായി. കോഴിക്കോട് ഫറോക്ക് സ്വദേശി മാണിയാളത്ത് വീട്ടിൽ 29 വയസ്സുള്ള സുമേഷിനെയാണ് ടെമ്പിൾ SI C ജിജോ ജോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ക്ഷേത്ര നഗരിയിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷണം പോകുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ മാർച്ച് 16-ന് തെക്കേനടയിൽ പാർക്ക് ചെയ്ത വാഹനത്തിൽ നിന്ന് 7000 രൂപ മോഷ്ടിക്കുന്നത് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഏപ്രിൽ 2-ന് പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. എന്നാൽ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ പോലീസ് പ്രതിയെ വിട്ടയച്ചത് ഏറെ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. സത്രം ഗേറ്റിന് സമീപം പാർക്ക് ചെയ്ത വാഹനത്തിൽ നിന്ന് മോഷണം നടത്താനുള്ള ശ്രമത്തിനിടെയാണ് പ്രതി പോലീസ് പിടിയിലാകുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 8 വർഷത്തെ കാലയളവിൽ AC മൊയ്തീൻ MLA കുന്നംകുളം നിയോജക മണ്ഡലത്തിലെത്തിച്ച വികസന പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച കുന്നോളം പെരുമ കുന്നംകുളത്തിന് വികസന രേഖയുടെ പ്രകാശനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന് നൽകി LDF കുന്നംകുളം മണ്ഡലം ചെയർമാൻ KT ഷാജൻ വികസന രേഖയുടെ പ്രകാശനം നിർവഹിച്ചു. 8 വർഷത്തിനിടെ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെത്തിയ വികസനം ഇപ്രകാരമാണ്. പൊതുഗതാഗതം 740.03 കോടി രൂപ, ആരോഗ്യം 114.6 കോടി, വിദ്യാഭ്യാസം 83.21 കോടി, കായികം 59.42 കോടി, ടൂറിസം 19.32, ഓഫീസുകൾ കെട്ടിടങ്ങൾ 38.24, അങ്കണവാടി വായനശാല 3.46, റവന്യൂ 27.09, രജിസ്ട്രേഷൻ 2, ആഭ്യന്തരം 4.13 കോടി, പട്ടികജാതി ക്ഷേമം 53.28, ലൈഫ് 95.71, ചികിത്സാ സഹായം 10.38, ഊർജം 135.55, ജലവിഭവം 53.98, കുടിവെള്ള പദ്ധതി 42.10, വ്യവസായം 1 കോടി രൂപ. നഗരത്തെ ആധുനിക നിലവാരത്തിൽ ഉയർത്തി വികസനം തുടരാൻ ആലത്തൂരിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് അനിവാര്യമാണെന്നും ചടങ്ങിൽ AC മൊയ്തീൻ MLA പറഞ്ഞു. LDF മണ്ഡലം സെക്രട്ടറി MN സത്യൻ, LDF നേതാക്കളായ KD ബാഹുലയൻ, EA ദിനമണി, PS പ്രസാദ്, KA അസീസ്,
PG ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായി. ഫലപ്രഖ്യാപനം മെയ് മാസം ആദ്യവാരത്തിൽ നടക്കും. SSLC, THSLC പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ശനിയാഴ്ചയാണ് പൂർത്തീകരിച്ചത്. തുടർ നടപടി വേഗത്തിൽ പൂർത്തീകരിച്ച് മെയ് ആദ്യവാരം ഫലം പ്രസിദ്ധീകരിക്കുന്നതിനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഈ അധ്യയന വർഷം 4,27,105 വിദ്യാർത്ഥികളാണ് ആകെ പരീക്ഷ എഴുതിയത്. വിവിധ മേഖലകളിലായി 2,971 പരീക്ഷാ കേന്ദ്രങ്ങളിലായിരുന്നു പരീക്ഷ. ഇതിൽ 2,955 കേന്ദ്രങ്ങൾ കേരളത്തിലായിരുന്നു. ഗൾഫ് മേഖലയിൽ 7ഉം ലക്ഷദ്വീപിൽ 9ഉം പരീക്ഷാ കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരുന്നു. 9 ദിവസങ്ങളിലായി നടന്ന പരീക്ഷ മാർച്ച് 3-ാം തീയതി ആരംഭിച്ച് 25-ാം തീയതിയാണ് അവസാനിച്ചത്. കഴിഞ്ഞ വർഷം ഫലപ്രഖ്യാപനം മെയ് 19-നായിരുന്നു നടന്നത്. 70 ക്യാമ്പിലായി ഏപ്രിൽ 3-നാണ് മൂല്യനിർണ്ണയം ആരംഭിച്ചത്. ക്യാമ്പ് ഓഫീസർമാരടക്കം 10,500 അധ്യാപകർ പങ്കെടുത്ത് റെക്കോർഡ് വേഗത്തിലാണ് ഇത്തവണ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത്. വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് എൻട്രി നടന്നുവരികയാണ്. അതേസമയം ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കും. 77 ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം നടന്നുവരുന്നത്. SSLC ഫലപ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ ഹയർ സെക്കൻഡറി ഫലവും പ്രഖ്യാപിച്ചേക്കും. CCTV ന്യൂസ് കേച്ചേരി. കണ്ണന് മുന്നിൽ മിന്നുകെട്ടാൻ വൻ തിരക്ക്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 488 പേരാണ് കണ്ണന്റെ തിരുനടയിൽ നിന്ന് ദാമ്പത്യ ജീവിതം ആരംഭിച്ചത്. ഭഗവത് ദർശനത്തിനും വലിയ തിരക്കാണ് ഞായറാഴ്ച അനുഭവപ്പെട്ടത്. അവധിക്കാലമായതും മേടത്തിലെ മുഹൂർത്തമുള്ള ദിവസമായതുമാണ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ തിരക്കേറാൻ ഇടയായത്. 248 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയിരുന്നത്. ഇതിൽ 244 വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. പുലർച്ചെ 5 മുതൽ 5 മണ്ഡപങ്ങളിലായാണ് താലികെട്ട് നടന്നത്. തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വം മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതിനാൽ ഭക്തർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. കിഴക്കേ നടയിൽ വൺവേ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരുന്നത്. തെക്കേ നടയിൽ നിന്ന് വരുന്നവരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പുറകുവശത്തുകൂടെയാണ് മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശിപ്പിച്ചത്. താലികെട്ട് കഴിഞ്ഞവരെ ദീപസ്തംഭത്തിന് മുന്നിലൂടെ തെക്കേ നടപ്പുരയിലേക്ക് കയറ്റിവിട്ടു. ക്ഷേത്രനടയിൽ ഫോട്ടോ എടുക്കുന്നവരെയും സെക്യൂരിറ്റിക്കാർ നിയന്ത്രിച്ചു. ഇതോടെ ക്ഷേത്രനടയിൽ കനത്ത തിരക്ക് അനുഭവപ്പെട്ടില്ല. ക്ഷേത്രനടയിൽ 22 അധിക സെക്യൂരിറ്റി ജീവനക്കാരെ ദേവസ്വം നിയോഗിച്ചു. ക്ഷേത്രത്തിനകത്ത് ദർശനത്തിന് തിരക്കേറിയതോടെ പന്തീരടി പൂജയ്ക്ക് ശേഷം ഭക്തരെ കൊടിമരം വഴി കയറ്റിവിട്ടു. ശയന പ്രദക്ഷിണവും ചുറ്റമ്പല പ്രദക്ഷിണവും അനുവദിച്ചില്ല. ഇതോടെ ക്ഷേത്രത്തിനകത്തും തിരക്ക് നിയന്ത്രിക്കാനായി. 613 കുട്ടികൾക്ക് ചോറൂൺ നൽകി. വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിന് നെയ്വിളക്ക് ഷീട്ടാക്കാനും തിരക്ക് അനുഭവപ്പെട്ടു. നെയ്വിളക്ക് ഷീട്ടാക്കിയ വകയിൽ 20,53,720 രൂപ ദേവസ്വത്തിന് ലഭിച്ചു. ഭക്തർ 16,50,870 രൂപയുടെ തുലാഭാരം നടത്തി. ഭണ്ഡാരവരവിന് പുറമെ 69,80,689 രൂപയാണ് ദേവസ്വത്തിന് ഒറ്റ ദിവസം ലഭിച്ചത്. ക്ഷേത്രനഗരിയിൽ ഉച്ചവരെ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. CCTV ന്യൂസ് ഗുരുവായൂർ. കോട്ടോൽ ഒറ്റപ്പിലാവ് സ്റ്റോപ്പിന് സമീപം ഓട്ടോ ടാക്സി ഇടിച്ച് സൈക്കിൾ യാത്രക്കാരന് ഗുരുതര പരിക്ക്. ചെറുപ്പുളശ്ശേരി സ്വദേശി നൌഫലിനാണ് പരിക്ക്. കോട്ടോലിലുള്ള വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഇദ്ദേഹം രാവിലെ സൊസൈറ്റിയിലേക്ക് പാൽ കൊടുത്ത് തിരികെ വരുമ്പോഴാണ് അപകടം ഉണ്ടായത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ നൌഫലിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമഗ്ര വികസനത്തിന്റെ 8 വർഷങ്ങൾ. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതികളുടെ 8 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ സമഗ്ര വികസനത്തിന്റെ 8 വർഷങ്ങൾ എന്ന പേരിൽ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. പഞ്ചായത്ത്, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്ത്, കുന്നംകുളം MLA, സംസ്ഥാന സർക്കാർ എന്നിവരുടെ ഫണ്ടുകൾ ഉൾപ്പെടുത്തി 8 വർഷമായി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത വിവരണമാണ് സമഗ്രം, സമ്പന്നം, ജനകീയം എന്ന പേരിൽ പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത്. സത്താർ നീണ്ടൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ പ്രോഗ്രസ് റിപ്പോർട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജന് നൽകി പ്രകാശനം ചെയ്തു. കേരള കോൺഗ്രസ് എം ഭാരവാഹി KB ബജീഷ്, നാഷണൽ ലീഗ് ജില്ലാ ഭാരവാഹി സയ്യിദ് സബീൽ തങ്ങൾ, CPI നേതാവ് ആലിക്കുട്ടി വെള്ളറക്കാട്, CPM കടങ്ങോട് പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ UV ഗിരീഷ്, ഫ്രാൻസിസ് കൊളനൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ PS പ്രസാദ് സ്വാഗതവും CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നൌഷാദ് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് വേലൂർ.
ഗുരുവായൂർ ദേവസ്വം കീഴടമായ താമരയൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീമദ് അയ്യപ്പ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് മാതൃഭജന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് അയ്യപ്പ ഭാഗവത സപ്താഹം നടത്തുന്നത്. ഭാഗവതപ്രിയൻ PC ചന്ദ്രശേഖരൻ ഇളയതാണ് യജ്ഞാചാര്യൻ. ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7:30 വരെയാണ് സപ്താഹം. സപ്താഹത്തിന് മുന്നോടിയായി മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഉടുക്കുപാട്ടുമായി അയ്യപ്പ ഘോഷയാത്രയുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി യജ്ഞത്തിന് തുടക്കം കുറിച്ചു. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ ആചാര്യവരണം നിർവഹിച്ചു. ഏപ്രിൽ 27-ന് സപ്താഹം സമാപിക്കും. തുവാനൂർ ശ്രീ പാലത്തും ഭഗവതി ക്ഷേത്രത്തിലെ 9ാമത് പ്രതിഷ്ഠാദിനവും പൂരമഹോത്സവവും ആഘോഷിച്ചു. ഞായറാഴ്ച പുലർച്ചെ 5-ന് നട തുറക്കലിന് ശേഷം നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. തുടർന്ന് ക്ഷേത്രം തന്ത്രി താമറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, പ്രതിഷ്ഠാദിന ചടങ്ങുകളുമുണ്ടായി. 7 മണിക്ക് ഗുരുവായൂർ ജ്യോതിദാസിന്റെ നേതൃത്വത്തിൽ സോപാന സംഗീതത്തിന്റെ അവതരണം അരങ്ങേറി. രാവിലെ 9:30-ന് ഉച്ചപൂജയും തുടർന്ന് 11:30 മുതൽ 2 മണിവരെ ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ അന്നദാനവും നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് തൂവാനൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും തിടമ്പെഴുന്നള്ളിച്ചു. ഗജവീരൻ വൈഷ്ണവ് കൃഷ്ണ ഭഗവതിയുടെ തിടമ്പേറ്റി. കലാനിലയം പ്രവീണിന്റെ പ്രമാണിത്വത്തിലുള്ള മേളത്തിന്റെ അകമ്പടിയോടെ ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ 5:30 വരെ നടക്കൽ മേളം അരങ്ങേറി. വൈകിട്ട് 6:30-ന് ദീപാരാധനയും മേളത്തോടുകൂടി നടക്കൽ പറയുമുണ്ടായി. 7 മണിക്ക് പ്രശസ്ത കലാകാരൻ മൂരിയാട് ഗിരീഷും സംഘവും അവതരിപ്പിച്ച കളംപാട്ടും 11:30-ന് മഹാഗുരുതി സമർപ്പണം, മംഗളപൂജ തുടങ്ങിയ ചടങ്ങുകളോടെ നട അടച്ചു. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി വെള്ളി, ശനി ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളുടെ അവതരണം നടന്നു. ക്ഷേത്രം മേൽശാന്തി നിഷാദ് ശാന്തി ചടങ്ങുകളിൽ സഹകാർമ്മികനാകും. ക്ഷേത്രം രക്ഷാധികാരി ബാബുരാജ് കേച്ചേരി, പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ, സെക്രട്ടറി CG നിഖിൽ, ട്രഷറർ PV അനിരുദ്ധൻ എന്നിവർ പൂരമഹോത്സവത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. തുവാനൂർ പാലത്തും ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനത്തിന്റെയും പൂരമഹോത്സവത്തിന്റെയും ഭാഗമായി സാംസ്കാരിക സമ്മേളനവും ആദര സദസ്സും സംഘടിപ്പിച്ചു. ക്ഷേത്ര പരിസരത്ത് നടന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര സീരിയൽ താരം ചന്ദ്രശേഖരൻ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ അധ്യക്ഷനായി. ക്ഷേത്രം മേൽശാന്തി നിഷാദ് ശാന്തി ഭദ്രദീപം തെളിയിച്ചു. അശോകൻ നെല്ലിക്കൽ, സുകുമാരൻ തുവാനൂർ, AS പ്രേംരാജ്, വിജിത ടീച്ചർ എന്നിവർ സംസാരിച്ചു. മാധ്യമരംഗത്ത് ഒരു പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന CCTV കേച്ചേരി ബ്യൂറോ റിപ്പോർട്ടർ ജോസ് മാളിയേക്കലിനെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ പൊന്നാട അണിയിച്ച് മൊമന്റോ സമ്മാനിച്ചു. ആദരവിന് നന്ദി അറിയിച്ചുകൊണ്ട് ജോസ് മാളിയേക്കൽ മറുപടി പ്രസംഗം നടത്തി. പരസ്പരം ചെളിവാരി എറിയുന്ന നേതാക്കൾ അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെളിവാരി എറിയുകയല്ല, ചെറിയ ചെറിയ സഹായങ്ങൾ മറ്റുള്ളവർക്ക്, സഹജീവികൾക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെറിയ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും കടമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചടങ്ങിനെ തുടർന്ന് ചേലൂർക്കുന്ന് കൈകൊട്ടിക്കളി സംഘം, പാലത്തറ കൈകൊട്ടിക്കളി സംഘം എന്നിവരുടെ കൈകൊട്ടിക്കളിയും പ്രശസ്ത മോഡൽ ഐശ്വര്യലക്ഷ്മിയും പ്രാദേശിക കലാകാരികളായ കുട്ടികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. CCTV ന്യൂസ്, കേച്ചേരി. CPIM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കാട്ടുകാമ്പാൽ പഞ്ചായത്ത് അംഗവുമായിരുന്ന പട്ടിത്തടം പുലിക്കൂട്ടിൽ പരേതനായ ഉക്രുവിന്റെ മകൻ ബാബു നിര്യാതനായി. 58 വയസ്സായിരുന്നു. അർബുദബാധയെ തുടർന്ന് തിരുവനന്തപുരം RCC ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു അന്ത്യം. മൃതദേഹം പട്ടിത്തടത്തുള്ള വീട്ടിലെത്തിച്ചു. തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ 10 മണി വരെ പഴഞ്ഞി കാട്ടുകാമ്പാൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറും. ചികിത്സാ സൗകര്യത്തിനായി തിരുവനന്തപുരത്തുള്ള സഹോദരിക്കൊപ്പമായിരുന്നു താമസം. ശാന്തയാണ് ഭാര്യ. തിരഞ്ഞെടുപ്പ് വിശേഷം. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള അവസാനഘട്ട റോഡ് ഷോ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ നടക്കും.
തിങ്കളാഴ്ച തീരദേശ റോഡ് ഷോ നടത്തും. രാവിലെ 8-ന് വലപ്പാട് പാലപ്പെട്ടിയിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ S. ശർമ്മ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 8 മുതൽ 11 വരെ നാട്ടിക മണ്ഡലത്തിലും ഉച്ചതിരിഞ്ഞ് 3 മുതൽ 4 വരെ മണലൂർ മണ്ഡലത്തിലും ഉച്ചതിരിഞ്ഞ് 4 മണി മുതൽ രാത്രി 8 മണി വരെ ഗുരുവായൂർ മണ്ഡലത്തിലുമായി റോഡ് ഷോ നടക്കും. ചൊവ്വാഴ്ച രാവിലെ 8 മുതൽ 10:30 വരെ ഒല്ലൂർ മണ്ഡലത്തിലും 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുതുക്കാട് മണ്ഡലത്തിലും ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ 4:30 വരെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലും 4:30 മുതൽ വൈകിട്ട് 7 മണി വരെ നാട്ടിക മണ്ഡലത്തിലുമായിരിക്കും. സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ബുധനാഴ്ച രാവിലെ 8 മുതൽ 10:30 വരെ ഗുരുവായൂർ മണ്ഡലത്തിലും 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മണലൂർ മണ്ഡലത്തിലും ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ 4 മണി വരെ തൃശൂർ മണ്ഡലത്തിലുമായിരിക്കും റോഡ് ഷോ. തുടർന്ന് വൈകിട്ട് 6 വരെ തൃശൂർ റൗണ്ടിലും സ്ഥാനാർത്ഥി തുറന്ന വാഹനത്തിൽ റോഡ് ഷോ നടത്തും. വൈകിട്ട് 6-ന് തൃശൂർ നഗരത്തിലായിരിക്കും പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം നടക്കുക. CCTV ന്യൂസ് കേച്ചേരി. ആലത്തൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് കർഷക സംഗമം ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലിവളപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ ബിജോയ് ബാബു, CI ഇട്ടി മാത്യു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് CB രാജീവ്, സുരേഷ് മമ്പറമ്പിൽ, കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് TK ദേവസി, സംസ്ഥാന നിർവാഹക സമിതി അംഗം TN നമ്പീശൻ, ജില്ലാ സെക്രട്ടറി PD സുരേന്ദ്രൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് PKV ജോസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി K. മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പുന്നേർകുളം പഞ്ചായത്ത് UDYFന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയും പൊതുയോഗവും നടത്തി. ശനിയാഴ്ച വൈകിട്ട് ചമ്മന്നൂരിൽ നിന്നാണ് ബൈക്ക് റാലി ആരംഭിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP ബാബു ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ആറ്റുപുറം, മാവിൻചുവട്, ചെറായി, പനന്തറ, മന്നലാങ്കുന്ന്, തങ്ങൾപ്പടി എന്നിവിടങ്ങളിൽ ചുറ്റി ബൈക്ക് റാലി അണ്ടത്തോട് സെന്ററിൽ സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റഹീസ്, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് ചൊലയിൽ, അലി പുതുപ്പറമ്പിൽ, ഫിറോസ്, ഷെഫീഖ് ചെമ്മണ്ണൂർ, അനസ് ആറ്റുപുറം, ഇർഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് അണ്ടത്തോട് സെന്ററിൽ നടന്ന പൊതുയോഗം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ തൃശൂരിൽ K. മുരളീധരൻ വിജയിക്കേണ്ടത് ജനാധിപത്യ മതേതര ഇന്ത്യയുടെ അനിവാര്യതയാണെന്ന് PK ഫിറോസ് അഭിപ്രായപ്പെട്ടു. വർഗീയ ഫാസിസ്റ്റുകൾക്ക് സാംസ്കാരിക മതേതര കേരളത്തിലും വിശിഷ്യ സാംസ്കാരിക കേരളത്തിന്റെ സൗരഭ്യമുള്ള തൃശൂരും യാതൊരു സ്ഥാനവുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDYF പഞ്ചായത്ത് ചെയർമാൻ അഷ്റഫ് ചൊലയിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാഷിം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM അമീർ, ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത്, DCC സെക്രട്ടറി AM അലാവുദ്ദീൻ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK മൊയ്തുണ്ണി, മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് V. മായിൻകുട്ടി, പഞ്ചായത്ത് UDF ചെയർമാൻ KH റാഫി തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് റയീസ് സ്വാഗതവും കോർഡിനേറ്റർ റാഫി മാലിക്കുളം നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പുന്നേർകുളം. ദേശീയ ജനാധിപത്യ സഖ്യം തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപി റോഡ് ഷോ നടത്തി. ഞായറാഴ്ച രാവിലെ കേച്ചേരിയിൽ നിന്നാണ് പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തിയ റോഡ് ഷോയ്ക്ക് തുടക്കമായത്. രാവിലെ 7 മണിക്ക് റോഡ് ഷോ ആരംഭിക്കുന്നതിനാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും 2.5 മണിക്കൂർ വൈകിയാണ് സുരേഷ് ഗോപി ആദ്യ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിയത്. രാവിലെ 7 മണിക്ക് തന്നെ സ്ഥാനാർത്ഥിയെ വരവേൽക്കാനായി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ എത്തിയിരുന്നെങ്കിലും 9:35ഓടെയാണ് സുരേഷ് ഗോപി കേച്ചേരി സെന്ററിൽ എത്തിയത്. ലിസ്റ്റ് പ്രകാരമുള്ള കേന്ദ്രങ്ങളിൽ അടുത്ത സ്വീകരണ കേന്ദ്രമായ ചൂണ്ടലിൽ എത്തിയത് 9:55-നായിരുന്നു. സ്ഥാനാർത്ഥി സ്വീകരണ കേന്ദ്രങ്ങളിലെത്താൻ വൈകിയെങ്കിലും വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത്. 100 കണക്കിന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ. ചൂണ്ടലിന് ശേഷം മറ്റം, കൂനമൂച്ചി, കണ്ടാണശ്ശേരി, ചൊവ്വലൂർപ്പടി, കിഴക്കേത്തല, മമ്മായി, പൂവത്തൂർ, പാവറട്ടി, മാമാ ബസാർ, അരിമ്പൂർ, മനക്കൊടി, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, വാടനപ്പള്ളി തുടങ്ങിയ കേന്ദ്രങ്ങളിലും BJP സ്ഥാനാർത്ഥി റോഡ് ഷോ നടത്തി. ആ നിശ്ചയത്തിലൂടെ താമര ചിഹ്നത്തിൽ വോട്ട് ചാർത്തി ഈ അവസരം നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ, എനിക്ക് ലഭിക്കുന്ന ആ അവസരം അനുഗ്രഹമായി മാറുകയാണെങ്കിൽ, എനിക്ക് കിട്ടിയ അവസരം നിങ്ങളുടെ ജീവിതങ്ങളിലെ നേട്ടങ്ങളിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് നൽകുമെന്ന് ഉറപ്പു തരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമാപനം കുറിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വോട്ടർമാരെ ഒരു റൗണ്ട് കൂടി കാണാനും പ്രവർത്തകരുടെ ആവേശം വാനോളം ഉയർത്താനുമായി
റോഡ് ഷോ പോലുള്ള പരിപാടികളാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ആവിഷ്കരിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് പുറമെ അടുത്ത ദിവസങ്ങളിൽ LDF, UDF സ്ഥാനാർത്ഥികളും റോഡ് ഷോ സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ്. CCTV ന്യൂസ്, കേച്ചേരി. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയ പരിസരത്ത് സംഘടിപ്പിച്ച പൊതുയോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗവും LDF മണലൂർ നിയോജക മണ്ഡലം കൺവീനറുമായ TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. LDF ബൂത്ത് സെക്രട്ടറി ശ്രീകുമാർ വാഗ അധ്യക്ഷനായി. CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം TK ചന്ദ്രൻ, ED ദേവസി, KM പരമേശ്വരൻ, വത്സല മുരളി, KP രാജു, PP മോഹനൻ എന്നിവർ സംസാരിച്ചു. LDF കടവല്ലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കടവല്ലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കല്ലുംപുറം സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി കടവല്ലൂർ ഇന്ദിരാജി സ്റ്റോപ്പ് വഴി ചുറ്റി കല്ലുംപുറത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മുൻ MLAയും LDF ജില്ലാ കൺവീനറുമായ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. മണികണ്ഠൻ അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി സംസാരിച്ചു. AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CV പൗലോസ്, NCP നേതാവ് അബ്ദുൾ ജലീൽ, ജനതാദൾ S നേതാവ് നാസർ ഹമീദ്, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K കൊച്ചനിയൻ, MN മുരളീധരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി അജിത് കുമാർ സ്വാഗതവും PI രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിജയത്തിനായി LDF വരവൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വരവൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം വരവൂർ വളവിൽ സമാപിച്ചു. വാദ്യമേളങ്ങൾ പ്രകടനത്തിന് അകമ്പടിയേകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. KK ജേക്കബ് അധ്യക്ഷനായി. LDF തെരഞ്ഞെടുപ്പ് കൺവീനർ KK ബാബു, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, CPM ലോക്കൽ സെക്രട്ടറി KM നൌഫൽ, ഏരിയ സെക്രട്ടറി P ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദീപു പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. PK യശോദ, VG സുനിൽ, വിമല പ്രഹ്ലാദൻ, PS പ്രദീപ്, PKS MR രതി മോഹൻ, TB മണിക്കുട്ടൻ, TA അർഷാദ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തെക്കൻ പാലയൂരിൽ നടന്ന UDF കുടുംബസംഗമം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ ഉദ്ഘാടനം ചെയ്തു. ദസ്തഗീർ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ കൌൺസിലർ നൌഷാദ് തെക്കുംപുറം, UDF മണ്ഡലം ചെയർമാൻ ഫൈസൽ കാനാംപുള്ളി, UDF മണ്ഡലം ട്രഷറർ അനീഷ് പാലയൂർ, കൌൺസിലർ സുപ്രിയ, മുജീബ് CM, മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ ലത്തീഫ് പാലയൂർ, ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി അനസ് തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ ആരിഫ് പാലയൂർ സ്വാഗതവും സുഭാഷ് പൂക്കാട്ട് നന്ദിയും പറഞ്ഞു. പെഞ്ഞമുക്ക് പാറക്കുഴി കോൾപ്പടവിൽ കൊയ്ത്ത് ആരംഭിച്ചു. പൊന്നാനി കോൾ വികസന സമിതി പ്രസിഡന്റ് ജയാനന്ദൻ കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പടവ് പ്രസിഡന്റ് KK ശശി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK ജയദേവൻ, പടവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 72 ഏക്കർ പാടത്ത് ഉമാവിത്താണ് ഇത്തവണ കർഷകർ കൃഷി ചെയ്തിട്ടുള്ളത്. 3 കൊയ്ത്തുമെതി യന്ത്രം ഉപയോഗിച്ചാണ് കൊയ്ത്ത് നടക്കുന്നത്. 2 ദിവസം കൊണ്ട് കൊയ്ത്ത് പൂർത്തിയാകുമെന്ന് കർഷകർ പറഞ്ഞു. കടവല്ലൂർ വട്ടമാവിൽ കിണറ്റിൽ കുടുങ്ങിയ യുവാവിനെ കുന്നംകുളം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. കടവല്ലൂർ സ്വദേശി ആലംകോട്ടുപറമ്പിൽ വീട്ടിൽ 44 വയസ്സുള്ള പ്രകാശനെയാണ് അഗ്നിരക്ഷാസേന കിണറ്റിൽ നിന്നും പുറത്തെത്തിച്ചത്. ഇന്ന് 12 മണിയോടെയായിരുന്നു സംഭവം. കിണർ വൃത്തിയാക്കുന്നതിനായി ഇറങ്ങിയ പ്രകാശന് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് കിണറ്റിൽ കുടുങ്ങുകയായിരുന്നു. പ്രകാശനെ കിണറ്റിൽ നിന്നും പുറത്തെത്തിക്കാൻ കഴിയാതെ വന്നതോടെ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. തുടർന്ന് അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ B വൈശാഖിന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ N ജയകുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജീഷ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ S വിപിൻ, ഷിനോജ്, അമൽ, ഗോഡ്സൺ, S സനിൽ, ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തിയാണ് കിണറ്റിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്തിയത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. തിരുവത്ര കുമാർ AUP സ്കൂളിൽ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ SSLC മുതലുള്ള വിദ്യാർത്ഥികൾക്ക് 3ാമത് കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് TC ഹംസഹാജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി CK മുഹസിൻ, TM അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് റാഫി, ഷൌക്കത്ത് അലി, TM സലാം, TM നാസർ, TB കമറു, TB മജീദ്, സത്താർ PM അഷ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പന്നിത്തടം ലിവ ഉൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ മദ്രസ പ്രവേശനോത്സവ സംഗമവും സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനവും നടന്നു. അഹമ്മദ് നസീം ഭാഗവി ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് എ ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹല്ല് സെക്രട്ടറി അബൂബക്കർ സ്വാഗതം പറഞ്ഞു. സദർ മുഹമ്മദ് അലി ലത്തീഫി ഉദ്ബോധന പ്രസംഗം നടത്തി. സയ്യിദ് ഹബീബ് കോയ തങ്ങൾ, PI ആലി മാസ്റ്റർ നവാഗതർക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. കരീം പന്നിത്തടം, VS അബൂബക്കർ എന്നിവർ സംസാരിച്ചു. MS ബഷീർ, അബു ഹമീദ്, ഷെഫീഖ് വാഴപ്പള്ളി എന്നിവർ സംബന്ധിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികളും ഉസ്താദുമാരും സ്മാർട്ട് ക്ലാസ് ഓപ്പണിംഗിന് നേതൃത്വം നൽകി പുതിയ കുട്ടികളെ സ്വീകരിച്ചു. പുന്നയൂർ ശ്രീ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും ദേശഗുരുതിയും നടത്തി. ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി പഴങ്ങാംപറമ്പത്ത് മന കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടത്തിയത്. ക്ഷേത്രം ശാന്തി ശരത് സഹകാർമ്മികനായി. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. വൈകിട്ട് നാടിന്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനായി ദേശഗുരുതിയും ഉണ്ടായി. തുടർന്ന് ഭക്തർക്കായി നടത്തിയ പ്രസാദഊട്ടിൽ നിരവധി പേർ പങ്കെടുത്തു. ആരോഗ്യ പ്രശ്നങ്ങളാൽ ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയാത്തവർക്ക് പ്രവർത്തകർ പ്രസാദ ഊട്ടിന്റെ ഭാഗമായി പൊതിച്ചോറ് വീട്ടിൽ എത്തിച്ചു നൽകി. ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ കാരയിൽ, സെക്രട്ടറി ദയാനന്ദൻ മാമ്പുള്ളി, ട്രഷറർ രമേശൻ ചന്തിരുത്തിൽ, ഭാരവാഹികളായ മോഹനൻ ഈച്ചിത്തറ, മുകുന്ദൻ ഇളയചാട്ടിൽ, മാതൃസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർകുളം. ചാവക്കാട് മഹല്ല് അങ്ങാടിത്താഴ മുർഷിദുൽ അനാം മദ്രസയിൽ നടന്ന പ്രവേശനോത്സവം ഖത്തീബ് ഹാജി KM ഉമർ ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കാളിയത്ത് അധ്യക്ഷത വഹിച്ചു. മദ്രസ പ്രസിഡന്റ് PP ഹസൻ, മഹൽ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി അനീഷ് പാലയൂർ, ട്രഷറർ നാസർ കൊളാടി, മദ്രസ സെക്രട്ടറി MV ഷംസുദ്ദീൻ, PTA അംഗം ജാസ്മിൻ ഷാജഹാൻ, മഹല്ല് കമ്മിറ്റി അംഗങ്ങളായ സാലിഹ്, AV സലീം, അധ്യാപകരായ അബൂബക്കർ ഉസ്താദ് പൈലിപ്പുറം, തങ്ങൾ ഉസ്താദ്, അസ്കർ ഉസ്താദ്, ഖാലിദ് ഉസ്താദ്, ഷംസുദ്ദീൻ മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നവാഗതർക്ക് അലിഫ് എന്ന ആദ്യാക്ഷരം കുറിച്ചുകൊടുത്തു. ദഫ് മുട്ടുകൊണ്ട് കുട്ടികളെ ഉസ്താദുമാരും കമ്മിറ്റി ഭാരവാഹികളും രക്ഷിതാക്കളും ചേർന്ന് സ്വീകരിച്ചു. ശാസ്ത്രവിധി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച അഗതിയൂർ കലശമല ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടന്നു. ഏപ്രിൽ 16 തീയതി മുതൽ 24 തീയതി വരെ 9 ദിവസങ്ങളിലായാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി ചേറ്റുപുഴ അഭേദാനന്ദാശ്രമം മഠാധിപതി ശ്രീ വിശ്വേശ്വരാനന്ദ സരസ്വതി സ്വാമികളാണ് മുഖ്യ കാർമ്മികൻ. ഏപ്രിൽ 16 ഗുരുപൂജ, ആചാര്യവരണം തുടങ്ങിയ ചടങ്ങുകളോടെ ആരംഭിച്ച പ്രതിഷ്ഠാ മഹോത്സവം 2ാം ദിവസം നിത്യേനയുള്ള ഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ച് ബിംബഗ്രാമ പ്രദക്ഷിണം നടത്തി. വൈകിട്ട് കലശമല വിളക്കും തറയിൽ നിന്ന് താലപ്പൊലിയും താളമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെത്തിച്ചു. തുടർന്ന് ബിംബപരിഗ്രഹം, അക്ഷതഹോമം, ജലാധിവാസം, ചതുർത്ഥ സ്നാനം, ജലദ്രോണി പൂജ തുടങ്ങി വിവിധ ഹോമപൂജാവിധികൾ നടത്തി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:15 12:24 മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. തുടർന്ന് അഷ്ടബന്ധന്യാസം, ജീവകലശം, മഹാനിവേദ്യത്തോടെ സപരിവാര പൂജ, പ്രതിഷ്ഠാ ദീപസമർപ്പണം തുടങ്ങിയ ചടങ്ങുകളോടെ നട അടച്ചു. ഏപ്രിൽ 24 ചടങ്ങുകൾക്ക് സമാപനമാവുക. വൈകിട്ട് 5 മണിക്ക് പന്തല്ലൂർ ശിവഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കാവടി നാദസ്വരത്തോടുകൂടി എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. CCTV ന്യൂസ് പെരുമ്പിലാവ്. പുന്നയൂർകുളം സംസ്കാര GCCയുടെ നേതൃത്വത്തിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചരണാർത്ഥം ഇറക്കിയ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് NK അക്ബർ MLA നിർവഹിച്ചു. AEO സംസ്കാര GCC ഓഫീസ് പരിസരത്ത് നടത്തിയ ചടങ്ങിൽ പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. സംസ്കാര എക്സിക്യൂട്ടീവ് അംഗം കമാൽ കയനയിൽ സ്വാഗതം പറഞ്ഞു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രീഷ്മ സനോജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, അമീർ കരിയത്തേയിൽ, വിപിൻ ചെറായി, ആറയ്ക്കൽ ഉമ്മർ മാസ്റ്റർ, ധർമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. B താജുദ്ദീൻ, രഘുനാഥ് മപ്പാല, സുജി സോമൻ, മൂസക്കുട്ടി ചക്കിത്തറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം ചെമ്പോല മേയുന്നതിന്റെ ഭാഗമായി പുതിയതായി കൃഷ്ണശിലയിൽ പണിയുന്ന ചുറ്റമ്പലത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് 26 നടക്കും. രാവിലെ 9:30 10:30 ഇടയിലുള്ള മുഹൂർത്തത്തിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചടങ്ങ് നിർവഹിക്കും. ഏകദേശം 10 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പ്രവൃത്തി 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കും. ചുറ്റമ്പല നവീകരണത്തിന്റെ ഭാഗമായി ദർശന സമയങ്ങളിൽ മാറ്റം വരുത്തി. രാവിലെ 4:45 തുറക്കുന്ന നട ഉഷപൂജ, ധാര, ഹോമങ്ങൾ എന്നിവയ്ക്ക് ശേഷം 11 മണിക്ക് അടച്ച് വൈകിട്ട് 5 മണിക്ക് തുറന്ന് രാത്രി 8:30 അടയ്ക്കും. വടക്കേക്കാട് ഞമ്മനേങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവത്തിന് വിവിധ പരിപാടികളോടെ തുടക്കമായി. ഇതിന്റെ ഭാഗമായി കൊടിയേറ്റം നടത്തി. ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം.
കൂറയിട്ട ദിവസം മുതൽ രാവിലെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് ദീപാരാധന, കേളി, തായമ്പക, കളമെഴുത്ത്, കളംപാട്ട്, ചുറ്റുവിളക്ക്, മൂലസ്ഥാനത്ത് നിന്ന് താലത്തോടെ എഴുന്നള്ളിപ്പ്, കുതിരയെടുക്കൽ എന്നിവയുണ്ടായിരുന്നു. താലപ്പൊലി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി അഴകത്ത് പ്രകാശൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ, തന്ത്രിപൂജ എന്നിവ നടക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന ദേവസ്വം പൂരം എഴുന്നള്ളിപ്പിന് ഗജവീരൻ, ഭരണങ്ങാനം ഗണപതി, ദേവിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5 മുതൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആനപ്പൂരങ്ങൾ ക്ഷേത്രത്തിലേക്കെത്തും. 6 മണിക്ക് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ തലയെടുപ്പുള്ള 10-ൽ പരം ഗജവീരന്മാർ അണിനിരക്കും. ചൊവ്വല്ലൂർ മോഹനന്റെ നേതൃത്വത്തിൽ മേളം അരങ്ങേറും. 7 മണിക്ക് തെയ്യം, തിറ, കരിങ്കാളി എന്നീ പൂരങ്ങളുടെ വരവും തുടർന്ന് കുതിരയെടുക്കൽ എന്നിവയോടെ പകൽപൂരം സമാപിക്കും. ഞായറാഴ്ച റെഡ്സ് ഞമ്മനേങ്ങാടിന്റെ നേതൃത്വത്തിൽ കോട്ടയം സംഗീത കമ്മ്യൂണിക്കേഷന്റെ ഗാനമേള നടന്നു. തിങ്കളാഴ്ച രാത്രി സംഘദേശം പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചിൻ സ്റ്റാർ ബ്ലൂ മൌഡിന്റെ ഗാനമേള അരങ്ങേറും. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകും. CCTV ന്യൂസ്, പുന്നയൂർകുളം. ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയും കൊച്ചിൻ ഐ ഫൗണ്ടേഷനും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിച്ചു. ഫാദർ ജിബിൻ ചാക്കോ പ്രാർത്ഥന നടത്തി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ബാബു ജോസഫ് സന്നിഹിതനായിരുന്നു. രാവിലെ 8:30 മുതൽ ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 1 മണിവരെ നീണ്ടു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് പെരുന്നാൾ കൊടിയേറ്റം നടത്തി. ശനി, ഞായർ ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷം. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന, ഞായറാഴ്ച രാവിലെ 8-ന് വിശുദ്ധ കുർബാന, പെരുന്നാൾ സന്ദേശം, പ്രദക്ഷിണം, സ്നേഹവിരുന്ന് എന്നിവ നടക്കും. കൊടിയേറ്റത്തിന് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. വ്യക്തിഹത്യയല്ല, ജനകീയ പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചർച്ചയാകേണ്ടതെന്ന് SYS സംസ്ഥാന സെക്രട്ടറി M. മുഹമ്മദ് സ്വാദിഖ്. SYS തൃശൂർ ജില്ലാ കമ്മിറ്റി ചാവക്കാട് സംഘടിപ്പിച്ച പ്ലാറ്റൂൺ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളെ നിരാശയിലേക്ക് നയിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾ പരിഹരിക്കാനുള്ള ഇച്ഛാശക്തിയും നടപടികളും ഭരിക്കുന്നവരിൽ നിന്നും ഉണ്ടാകണമെന്നും മുഹമ്മദ് സാദിഖ് പറഞ്ഞു. നമ്മുടെ ഈ രാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ പോലും മനുഷ്യന്റെ പ്രശ്നങ്ങൾ, ഈ രാജ്യത്തിലെ പൗരന്റെ പ്രശ്നങ്ങൾ, ജനകീയമായ പ്രശ്നങ്ങൾ അത് തിരഞ്ഞെടുപ്പിലെ ചർച്ചകളിൽ, അജണ്ടകളിൽ കടന്നു വരുന്നില്ല എന്നത് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളാണ് നടക്കേണ്ടത്. ആ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആലോചനകളാണ് നടക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് ജനാധിപത്യ ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. SYS ജില്ലാ പ്രസിഡന്റ് വരവൂർ അബ്ദുൾ അസീസ് നിസാമിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ SSF ദേശീയ സെക്രട്ടറി CN ജാഫർ പ്രമേയ പ്രഭാഷണം നടത്തി. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം CK റാഷിദ് ബുഖാരി സന്ദേശ പ്രഭാഷണവും CKM ഫാറൂഖ് പ്രൈം ടൈം സ്പീച്ചും നടത്തി. സമസ്ത ജില്ലാ പ്രസിഡന്റ് താഴപ്ര മുഹ്യുദ്ദീൻകുട്ടി മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സമസ്ത കേന്ദ്ര മുശാവറ അംഗങ്ങളായ IMK ഫൈസി, PSK മൊയ്തുബാഖവി മാടവന, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PU അലി, PK ബാവദാരിമി, SYS സംസ്ഥാന സെക്രട്ടറി MM ഇബ്രാഹിം, AA ജാഫർ, SSF ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഫാളിലി ഏറിയാട്, ജനറൽ സെക്രട്ടറി ഇയാസ് പഴുവിൽ എന്നിവർ സംസാരിച്ചു. SYS ജില്ലാ ജനറൽ സെക്രട്ടറി PU ഷമീർ സ്വാഗതവും പ്ലാറ്റൂൺ ജില്ലാ ചീഫ് മാഹിൻ സുഹരി നന്ദിയും പറഞ്ഞു. 70 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി SYS ആചരിക്കുന്ന പ്ലാറ്റിനം ഇയറിനോടനുബന്ധിച്ചാണ് പ്ലാറ്റൂൺ അസംബ്ലി സംഘടിപ്പിച്ചത്. പ്ലാറ്റൂൺ അസംബ്ലിക്ക് മുന്നോടിയായി നടന്ന പ്ലാറ്റൂൺ അംഗങ്ങളുടെ റാലിക്ക് SYS ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകി. മുതുവട്ടൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച റാലി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിൽ സമാപിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. കത്തോലിക്ക കോൺഗ്രസ് മരത്തംകോട് മേരി മാതാ യൂണിറ്റ് ജനറൽ ബോഡി അംഗങ്ങളുടെ യോഗം വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ട്രഷറർ ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. പള്ളി ട്രസ്റ്റിമാരായ ജെയിംസ് വടക്കൻ, ജോൺ കാക്കനാട്ട്, യൂണിറ്റ് സെക്രട്ടറി റോയ് അക്കര എന്നിവർ സംസാരിച്ചു. ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ യോഗം ശക്തമായി പ്രതിഷേധിച്ചു. പുതിയ ഭാരവാഹികളായി റോയ് അക്കര പ്രസിഡന്റ്, ഡോക്ടർ ജോൺസൺ ആളൂർ സെക്രട്ടറി, ബേബി മേക്കാട്ടുകുളം ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ചരമം. ആർത്താറ്റ് പരേതനായ മുളയ്ക്കൽ അപ്പുക്കുട്ടൻ മകൻ ദിനേശൻ നിര്യാതനായി. 51 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം മുനിസിപ്പൽ ക്രിമിറ്റോറിയത്തിൽ നടക്കും. ജിജി ഭാര്യയാണ്. ദേവന, ദേവിക എന്നിവർ മക്കളാണ്.
മങ്ങാട് മാരിയിൽപ്പടി ഭാസ്കരൻ നിര്യാതനായി 66 വയസ്സായിരുന്നു. നിലവിൽ മങ്ങാട്ടുകാവ് ദേവസ്വം ജോയിന്റ് സെക്രട്ടറിയാണ്. ദേവസ്വം പ്രസിഡന്റ്, സെക്രട്ടറി, CWSE മുൻ ജില്ലാ സെക്രട്ടറി എന്നീ ചുമതലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11-ന് ചെറുതുരുത്തി ശാന്തി തീരം ശ്മശാനത്ത് നടക്കും. വിനീത, വിജീഷ്, ഭവീഷ്, ഭനീഷ് എന്നിവർ മക്കളാണ്. വയലത്തൂർ പരേതനായ തളികശ്ശേരി മുണ്ടോക്കിൽ മൊയ്തുണ്ണി ഹാജി മകൻ ഒന്നരക്കാട്ടയിൽ മുണ്ടോക്കിൽ കമാൽ നിര്യാതനായി. 54 വയസ്സായിരുന്നു. മുസ്ലിം ലീഗ്, ഹുജൈറ, KMCC എന്നിവയുടെ സജീവ പ്രവർത്തകനായിരുന്നു. റഹീന ഭാര്യയാണ്. ഫായിസ്, ഫാരിസ്, ഫർഹാന എന്നിവർ മക്കളാണ്. ഖബറടക്കം വയലത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. കുന്നംകുളം പാലസ് റോഡ് പരേതനായ പുലിക്കോട്ടിൽ ജോർജ് ഭാര്യ താണ്ടമ്മ ടീച്ചർ നിര്യാതയായി. 96 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. ജോയ്, ലില്ലി, വില്യംസ് എന്നിവർ മക്കളാണ്. AL കണ്ണഞ്ചേരി ബാലൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് പള്ളം ശാന്തി തീരത്ത് നടക്കും. ഷീല ഭാര്യയും ലിബി, ഷരുൺ എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രതീകാത്മക വധം നടത്തി ദാരിക കിരീടവുമായി കാളി മടങ്ങി. കാട്ടുകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് കൊടിയിറങ്ങി. തിടമ്പേറ്റിയ കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവനെ കിരീടവും വാളും കൊണ്ട് ഒഴിഞ്ഞ് കാളി ചടങ്ങുകൾ അവസാനിപ്പിച്ചു. SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായി. ഫലപ്രഖ്യാപനം മെയ് മാസം ആദ്യവാരത്തിൽ. എരുമപ്പെട്ടിയിൽ അതിഥി തൊഴിലാളി കിണറിൽ വീണ് മരിച്ചു. ബീഹാർ മഹാജോഗിൻ സ്വദേശിയായ മധുരേഷ് കുമാറാണ് മരിച്ചത്. ഇയാളെ രക്ഷപ്പെടുത്താൻ കിണറ്റിൽ ഇറങ്ങിയ സഹപ്രവർത്തകനെ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വെള്ളിത്തിരുത്തി പുളിമുറ്റത്ത് അന്തോണി മകൻ ക്ലീറ്റസിന്റെ 8ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.